ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താ, രണ്ട് സിംപ്ലക്സുകൾ എപ്പോഴാണ് കണക്റ്റഡ് എന്ന് പറയാം. സിംപ്ലക്സുകൾ കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അവരിങ്ങനെ കണക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ബന്ധമില്ലാതെ കിടക്കണം. ഇങ്ങനെ ഇപ്പോൾ ഒരു സിംപ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇത് കണക്റ്റഡ് അല്ല, കാരണം ഒരു ഓവർലാപ്പ് പോലെ വന്നു. അങ്ങനെ ഓവർലാപ്പ് പോലെ വരുന്നത് എന്തല്ല, കണക്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് കണക്റ്റഡ് എന്ന് പറയണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ രണ്ട് സിംപ്ലക്സുകളല്ലേ പറഞ്ഞത്, ആ രണ്ട് സിംപ്ലക്സുകൾ നമ്മൾ എന്ത് S1 S2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ S1 ഇൻ്റർസെക്ഷൻ S2 എന്ന് പറയുന്നത് 5 ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഇതിനെങ്ങനെയാണ് പറയുന്നതെന്ന് അറിയോ, നമ്മൾ ഈ കേലുള്ള മുഴുവൻ വൺ സിംപ്ലക്സുകളെ മുഴുവൻ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി, σ1 σ2 എക്സെട്ര σp. എന്നിട്ട് σ1 ഇൻ്റർസെക്ഷൻ σ1 S1 ഇൻ്റർസെക്ഷൻ σ1 കാണാം. ഇത് S1 ഇത് S2 ആണല്ലോ. S1 ഇൻ്റർസെക്ഷൻ σ1 കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന വേർട്ടെക്സ് എന്ന് പറയുന്നത് S1 വേണം. അതേപോലെ S2 ഇൻ്റർസെക്ഷൻ σ2 കാണുമ്പോൾ എനിക്കതിൽ കിട്ടുന്ന വേർട്ടെക്സ് എവിടെ വേണം, S2 വേണം. അതേപോലെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്, σi ഇൻ്റർസെക്ഷൻ σi+1 എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് σ1 ഇത് σ2 ഇത് σ3 ഇത് σ4 ഇത് σ5 ഇത് σ6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ σ1 ഇൻ്റർസെക്ഷൻ σ2 ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വേർട്ടെക്സ് ഇവരുടെ രണ്ട് പേരുടെയും കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന വേർട്ടെക്സ് ഇവരുടെ രണ്ട് പേരുടെയും കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇതാ ഇപ്പോൾ σ2വും σ3യും നോക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ട് പേരുടെയും കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആയിരിക്കും എനിക്ക് കിട്ടുക. അതേപോലെ ഇവരുടെ രണ്ട് പേരുടെ ആണെങ്കിൽ അവരുടെ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആയിരിക്കും. അങ്ങനെ ഏത് വൺ സിംപ്ലക്സിൻ്റെയും അതിൻ്റെ തൊട്ടടുത്തുള്ള വൺ സിംപ്ലക്സിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേർട്ടെക്സ് അവരുടെ രണ്ട് പേരുടെയും കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആണ്. അങ്ങനെ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാം. അങ്ങനെ ഇതോ ഒന്നെങ്കിൽ ഈ കണ്ടീഷനോ അല്ലെങ്കിൽ ഈ കണ്ടീഷനോ ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ എന്ത് പറയുന്നറിയോ, ആ ഒരു S1 S2 എന്ന് പറയുന്ന രണ്ട് സിംപ്ലക്സ് കണക്റ്റഡ് ആണെന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഒരു കണക്റ്റഡ്നെസ്സിൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ നമുക്കൊരു ഇക്വലൻസ് റിലേഷനായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഒരു ഇക്വലൻസ് റിലേഷനായിട്ട് പറയാൻ പറ്റും. ആ ഇക്വലൻസ് റിലേഷനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയോ, കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ് എന്നാണ് വിളിക്കുക. കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ്. അപ്പോൾ നമുക്കൊരു കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ് വേണം. ഓക്കെ, ഒരു കോംപ്ലക്സ് കെ കണക്റ്റഡ് ആവണമെങ്കിൽ അവിടെ ഒരു കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ് വേണം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മൾ കെ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് എടുത്തു, അവിടെ രണ്ട് സിംപ്ലക്സ് S1 S2 എടുത്തു, അവർ കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെങ്കിൽ S1 ഇൻ്റർസെക്ഷൻ S2 5 ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള സീക്വൻസ് വൺ സിംപ്ലക്സിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി എന്നിട്ട് S1 ഇൻ്റർസെക്ഷൻ σ1 ചെയ്യുന്ന സമയത്ത് S1 വേർട്ടെക്സ് കിട്ടണം. അതേപോലെ S2 ഇൻ്റർസെക്ഷൻ σ2 കൊടുക്കുമ്പോൾ S2 വേർട്ടെക്സ് കിട്ടണം. ഫോർ 1 ≤ I ≤ P നമ്മൾ σ ഇൻ്റർസെക്ഷൻ σi+1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവരുടെ രണ്ടുപേരുടെ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് കിട്ടണം. ഓക്കെ, ബാക്കി നമ്മൾ പറഞ്ഞ കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ് എന്താണെന്നും ഒരു കെ എന്ന് പറയുന്ന കോംപ്ലക്സ് കണക്റ്റഡ് ആവണമെങ്കിൽ അവിടെ ഒരു കോമ്പിനറ്റോറിയൽ കമ്പോണൻറ്റ് വേണമെന്നുള്ളൂ.